ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കുന്നത് ഒഴിവാക്കി പൊതുമേഖലാ ബാങ്കുകൾ. നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് പിഴ ഒഴിവാക്കുന്നത്. 5 വർഷത്തിനിടെ പിഴയായി ബാങ്കുകൾ പിരിച്ചത് 8,500 കോടിയിലേറെ രൂപയാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. പലർക്കും വലിയ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ്. സാധാരണഗതിയിൽ ഈ മിനിമം ബാലൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നവരൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ അതിനുള്ള പിഴ പിന്നീട് ആ അക്കൗണ്ടിൽ പണം വരുമ്പോഴായിരിക്കും പിടിക്കുന്നത്. പക്ഷേ ആ ഇനത്തിൽ ബാങ്കുകൾക്കൊരു വലിയ തുക ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു. പറയൂ വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ആളുകൾ സാധാരണയായി ബാങ്കിങ് നിക്ഷേപങ്ങളിൽ നിന്ന് മാറി മ്യൂച്വൽ ഫണ്ടുകളിലേക്കും ഓഹരി വിപണിയിലേക്കുമൊക്കെ ഇറങ്ങുന്ന ഒരു സമയമാണ്. റിസർവ് ബാങ്ക് ഗവർണർ തന്നെ ബാങ്കിങ് നിക്ഷേപങ്ങൾ കാര്യമായി കുറയുന്നതിൻ്റെ ഒരു മുന്നറിയിപ്പ് പല ഘട്ടങ്ങളിൽ നൽകിയതുമാണ്. ഈ സമയത്താണ് ബാങ്കുകൾ കുറച്ചുകൂടി അവരുടെ നിക്ഷേപ പദ്ധതികൾ ആകർഷകമാക്കുന്നതിൻ്റെ ഭാഗമായി ഈ മിനിമം ബാലൻസിന് ഏർപ്പെടുത്തുന്ന പിഴ അത് ഒഴിവാക്കുന്നത്. പൊതുമേഖലാ ബാങ്കുകൾ അത് നേരത്തെ തന്നെ തുടങ്ങിയതാണ്. പല ബാങ്കുകളും അത് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയും കഴിഞ്ഞ മാസം കനറ ബാങ്ക് അത് ചെയ്തു. ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയും ഈ പിഴ തുക ഒഴിവാക്കുകയാണ്. ഇനിയിപ്പോൾ മിനിമം ബാലൻസ് ഇല്ല എന്നതിൻ്റെ പേരിൽ ഒരു പിഴ ആളുകൾക്ക്, നിക്ഷേപകർക്ക് നൽകേണ്ടി വരില്ല. അതുകൊണ്ട് ബാങ്കിങ് നിക്ഷേപങ്ങളിലേക്ക് ഭയമില്ലാതെ കൂടുതൽ ആളുകൾക്ക് അത് ചെറിയ ഈ പിഴ തുക വരുന്നത് പലപ്പോഴും ഈ ചെറിയ വരുമാനമുള്ള ആളുകളും പലപ്പോഴും ബാങ്കുകളിൽ മിനിമം ബാലൻസ് നിർത്താൻ കഴിയാതെ പോകുന്ന സാമ്പത്തികമായി ആ തരത്തിൽ ഞെരുക്കമുള്ള ആളുകളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അത്തരം ആളുകൾക്ക്, ഇടത്തരം സാധാരണക്കാർക്കൊക്കെ തന്നെ ഇത് വലിയൊരു ആശ്വാസമാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 5 വർഷത്തിനിടെ 8,500 കോടിയിലേറെ രൂപയാണ് പൊതുമേഖലാ ബാങ്കുകൾ ഈ പിഴത്തുകയിലൂടെ, മിനിമം ബാലൻസ് നിലനിർത്താത്തതിൻ്റെ പേരിൽ പിഴത്തുകയിലൂടെ നേടിയെടുത്തത്. 2023-24 സാമ്പത്തിക വർഷം പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏതാണ്ട് 633 കോടി രൂപയാണ് ഈ പിഴത്തുക ഇനത്തിൽ ശേഖരിച്ചത്. മാത്രമല്ല 23-24 സാമ്പത്തിക വർഷം ഈ പൊതുമേഖലാ ബാങ്കുകളെല്ലാം ചേർന്ന് 2,300 കോടിയിലധികം രൂപ പിഴയായി നേടി. അങ്ങനെ ഈ തരത്തിലുള്ള ഒരു വരുമാനം ബാങ്കുകൾക്ക് കുറയുമെങ്കിലും അതിലധികം നിക്ഷേപങ്ങൾ കൂടുതലായി എത്തും എന്നതാണ് ബാങ്കുകൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ബാങ്കിങ് നിക്ഷേപങ്ങളെ കൂടുതൽ ആകർഷകമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് പൊതുമേഖലാ ബാങ്കുകൾ. ക്രിസ്റ്റീന, ശരി, പൊതുമേഖലാ ബാങ്കുകൾ മിനിമം ബാലൻസ് അക്കൗണ്ടുകളിൽ സൂക്ഷിക്കണം അതിൽ പിഴ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിരവധി സാധാരണക്കാർക്ക്, അക്കൗണ്ട് ഹോൾഡേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരു തീരുമാനമാണിത്. വിവരങ്ങൾ നൽകിയത് ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന്.